ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോകളെല്ലാം കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തുടർന്നും പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് ഞാൻ ഗോതമ്പ് പുട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നും, ഓ ഗോതമ്പ് മാവ് കൊണ്ടുള്ള പുട്ട് ആർക്കാ ഉണ്ടാക്കാൻ അറിയാത്തതെന്ന് തോന്നും. ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ട്. മാവ് നനയ്ക്കുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അത് കഴിച്ചു നോക്കൂ. നല്ല രുചിയുള്ള ഗോതമ്പ് മാവ് കൊണ്ടുള്ള പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ടുള്ള പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോകാം. നിങ്ങളൊക്കെ പോരുന്നുണ്ടോ എൻ്റെ കൂടെ? എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ. കൂട്ടുകാരെ, ഗോതമ്പ് പുട്ടുണ്ടാക്കാനുള്ള മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 2 കപ്പ് മാവാണ്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുത്തിട്ട് വരാം. അതായത് ഒരുപാട് മൂത്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ഒരു വറുത്ത് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ട് മാവിന്. ആ ഒരു മണം വരുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. മാവ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ മാവൊന്ന് ഇങ്ങനെ വറുക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ടേ. ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നതിൻ്റെ ഒരു മണമുണ്ട്. അതുവരെ ഒന്ന് ഇത് നമുക്ക് വറുത്തെടുക്കാം. ഈ വറുത്തെടുത്ത മാവ് ഒന്ന് തണുത്തതിന് ശേഷം ഇതിൽ നമുക്ക് ഇത് പുട്ടിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് നനച്ചെടുക്കുന്നത്. കുഴച്ചു എന്ന് പറഞ്ഞാൽ വെള്ളം ഒരുപാടടുത്തങ്ങ് ഒഴിച്ചു കൊടുത്തു കളയരുത്. എങ്കിൽ അത് പെട്ടെന്നൊന്ന് കുഴഞ്ഞു പോകും നന്നായിട്ട്. പിന്നെ പുട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ കുറച്ച് വെള്ളം തളിച്ചിട്ട് നനച്ചാണ് എടുക്കേണ്ടത്. ഇത് ഞാൻ കാണിച്ചു തരാമേ. ഹലോ കൂട്ടുകാരെ, നമുക്ക് ഗോതമ്പ് പുട്ടിന് മാവ് നനച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാവ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പും വെള്ളവും കൂടെ ഇട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ പാകത്തിന് നിങ്ങൾ നോക്കിയിട്ട് വേണം ഒഴിക്കേണ്ടത്. ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഉപ്പൊഴിച്ചിട്ട് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറേശ്ശെ തളിച്ച് കൊടുക്കാം. വെള്ളം ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ തളിക്കരുത്, നല്ല ഒഴിച്ച് കുഴയ്ക്കരുത്. എങ്കിൽ മാവ് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. ഇതുപോലെ തളിച്ച് വേണം മാവ് കുഴച്ചെടുക്കേണ്ടത്. കുഴച്ചെടുക്കുന്നതല്ല, നനച്ചെടുക്കേണ്ടത്. കുഴച്ചെടുക്കുന്നു പറയുമ്പോൾ ആൾക്കാർ വെള്ളം ഇതാക്കി ഒഴിക്കും. അങ്ങനെ ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ തളിച്ച് മാവ് നന്നായിട്ട് നനച്ചെടുക്കണം. ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ ഉപ്പ് കലക്കിയത്. എന്നിട്ട് വേണം നനച്ചെടുക്കാൻ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലും ഗോതമ്പ് മാവ് പുട്ടുണ്ടാക്കാൻ എങ്ങനെയാണ് നനച്ചെടുക്കുന്നത് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത്
പറഞ്ഞു തരുന്നത്. മാവ് നന്നായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നനച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പുട്ട് നമുക്ക് നല്ല പഞ്ഞി പോലെ ചുട്ടെടുക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഞാൻ ഈ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള വെള്ളം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. പുട്ടുണ്ടാക്കേണ്ട വെള്ളം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ഇടണം. ഇനി മാവിട്ട് കൊടുക്കാം. അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മാവിട്ട് കൊടുക്കണം. വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. മാവിട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങയും കൂടെ വെച്ച് ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്കത് ആവി കയറ്റുന്നതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ കണ്ടല്ലോ, പുട്ടിൻ്റെ ആവി വന്നു തുടങ്ങി. ഇതിന് ഒരു 2-3 മിനിറ്റ് വരെ ഈ ആവി വന്നു കഴിയുമ്പോൾ പുട്ട് നല്ല വെന്ത് വരും. അത് കഴിഞ്ഞ് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. കൂട്ടുകാരെ, നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടല്ലോ, ഞാനുണ്ടാക്കിയ ഗോതമ്പ് പുട്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കൂട്ടുകാരെ കണ്ടല്ലോ ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കൂ. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിൽ ഞാൻ എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയാണ് ഈ പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും കഴിച്ചു നോക്കൂ. ടാറ്റാ.